എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ശരിക്കും ഇതിന്റെ ഒരു ഉത്ഭവം പറയട്ടെ. അത് ഇതുവരെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സലാം കാശ്മീർ എന്നുള്ള സിനിമയുടെ ഇന്റർവെൽ പോർഷനാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അപ്പുറത്ത് ഇത് കണ്ട് ഞെട്ടാൻ വേണ്ടിയിട്ട് ലാലു അലക്സ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പോ ഓരോന്നിനും അവിടെ റിയാക്ഷൻ ആണ്. ആരാ ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇല്ല, മറ്റേത് അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. സുപ്രീം കമാൻഡർ, മറ്റേത് ആല് കൊടുത്ത കൈക്ക് തന്നെ അവൻ വെള്ളം കിടും. ബ്രിഗേഡിയർ ശ്രീകുമാർ എന്ന് പറഞ്ഞപ്പോഴേക്ക് പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. എന്നോട് കളിച്ചാലോട്ടല്ലോ, നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്ത് ഞാൻ ഇടിച്ചുടച്ചു കളയും. റിയാക്ഷനിൽ എന്തോ ഒരു സൗണ്ട് വന്നു എന്ന് പറഞ്ഞ് ജയറാം പറയുന്നത്, അങ്ങനെ അതിനെ ജയറാം അതിനെ എന്താ പറയണത്, അതിനെ ഒരു രസിപ്പിച്ചതാ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. കാരണം ജയറാം ആയിരിക്കുന്നത് അപരൻ എന്ന സിനിമയിലൂടെയാണല്ലോ വന്നത്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. അതിനു മുമ്പ് ജയറാം അറിയപ്പെടാൻ തുടങ്ങിയേക്കണ ലാലു ലക്സനെ കാണിക്കുന്ന ഒരു പയ്യൻ. ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതും കൂടെ ഉണ്ട്. ചില കാരണവന്മാരിങ്ങനെ അർഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എരന്ന് വാങ്ങിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിക്കാറുണ്ട്. അശ്വതി എന്നെ വിളിച്ച് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഇച്ചിരി പൈസ വല്ലതും അയച്ചു തരണോ? വേണ്ട. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എന്നെ വിറ്റുണ്ടാക്കിയേക്കണ പലതും. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചാവും. എന്നെ ശരിക്കും നന്നായിട്ട് മാർക്കറ്റ് ചെയ്തേക്കണമെങ്കിൽ ഒരാൾ ജയറാമാണ് ശരിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ആത്മബന്ധം എങ്ങനെയാണ് ജയറാമേട്ടന്? നല്ല ബന്ധമാണ് കേട്ടോ, നല്ല ബന്ധമാണ്. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് തീർന്നല്ലേ. അനിയ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും. ഞാൻ ബേസിക്കലി ഞാൻ വളരെ ഹമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ ബോൾഡോ, ഞാൻ വിനയ ഗുനയനൊന്നും അല്ല. മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.